സയൻ. ശ്രീയേട്ടാ, എല്ലാരും ഈ സയൻ എന്ന് എന്താണ് വിളിക്കുന്നത്? സയനോര എന്ന് പറഞ്ഞിട്ടൊരു വലിയ പേരല്ലേ? വലിയൊരു പേരാണ്. സയാന്ന് വിളിക്കും ചിലര്. സയൻ എന്ന് വിളിക്കും. ശ്രീയേട്ടൻ സയൻ എന്ന് വിളിച്ചു. ചില ആൾക്കാര് നോറാന്ന് വിളിക്കും. നോറ. അത് ശരി. ചിലര് സയമ്മാന്ന് വിളിക്കും സ്നേഹത്തോടെ. ഒത്തിരി പേരാണല്ലേ. ഒരു പാട്ടില്ലേ, സയനോര സയനോര ലവ് ഇൻ ടോക്കിയോയിലെ പാട്ട്. എനിക്ക് പെട്ടെന്ന് സയനോരയുടെ പേര് വരുമ്പോ എല്ലാം ആ പാട്ടാ ഓർമ്മ വരുന്നത്. അത് ആക്ച്വലി സയോനാരയാണ്. സയോനാരയാണ്, പക്ഷെ സിമിലാരിറ്റി ഉണ്ട്. അത് ശരിയാ. ഇപ്പോ മ്യൂസിക് ഡയറക്ഷൻ തുടങ്ങി. അപ്പോൾ ഒരു ചെറിയ പേടിയില്ലേ, മറ്റ് മ്യൂസിക് ഡയറക്ടേഴ്സ് വിളിക്കുമോ? ഞാൻ മ്യൂസിക് ഡയറക്ഷൻ തുടങ്ങിയോണ്ട് ഇനി അവരെന്നെ വിളിക്കുമോ എന്നൊക്കെ സംശയമുണ്ടോ? ആദ്യം കുട്ടമ്പിള്ളയുടെ ശിവരാത്രി ചെയ്യുന്ന സമയത്ത് കുറെ ആൾക്കാർ പറഞ്ഞു പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു, മ്യൂസിക് ഡയറക്ടേഴ്സ് വിളിക്കില്ല എന്നൊക്കെ. പക്ഷെ അതിനുശേഷം ഇപ്പം മൂന്നാമത്തെ പടം ചെയ്തിട്ടും ഞാൻ ഈ വർഷം ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സിന് വേണ്ടി ഒരുപാട് പാടിയിട്ടില്ല, പക്ഷെ എന്നാലും പാടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല അതും ഇതും തമ്മിൽ. കാലം മാറി. പണ്ട് അങ്ങനല്ല. അതായത് രാവണപ്രഭു എന്ന ചിത്രത്തിന് ഞാനായിരുന്നു സംഗീതം ചെയ്യേണ്ടത്. ഓ ശരി. ആ ചിത്രത്തിലേക്ക് രഞ്ജിത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കുട്ടാ നീ മ്യൂസിക് ചെയ്യണം. ഞാൻ പറഞ്ഞു, അയ്യോ ഞാനൊന്ന് ആലോചിക്കണം, കാരണം ഞാൻ ഒരുപാട് ചിത്രങ്ങളിൽ പല മ്യൂസിക് ഡയറക്ടേഴ്സിന് വേണ്ടി പാടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഞാൻ പറഞ്ഞു, അണ്ണാ ഞാൻ പറയാം എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, അരൂര് പാലം ഉണ്ടല്ലോ, ആ അരൂര് പാലം വഴി പോയപ്പോഴത്തേക്ക് ഞാൻ ഇദ്ദേഹത്തിനെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, എനിക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞപ്പം രഞ്ജിത്ത് പറഞ്ഞ വാക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിൽക്കുക. അതായത്, കുട്ടാ നീ എൻ്റെ ഒരു 6 ഷീറ്റ് പോസ്റ്റർ കീറി കളഞ്ഞു. ഞാൻ ചോദിച്ചു അതെന്താണ്? അല്ല, നീ ഒരു ഹാർമോണിയം വെച്ചിട്ട് ദാസരനെ പാട്ട് പഠിപ്പിക്കുന്നതായിരുന്നു എൻ്റെ ആദ്യത്തെ പോസ്റ്റർ. പക്ഷേ ശ്രീയേട്ടൻ വേറെ ഒരു ഇതിലും മ്യൂസിക് ചെയ്തിട്ടില്ലേ? ചെയ്തു, അതൊക്കെ പിൻകാലത്തല്ലേ, കുറെ കഴിഞ്ഞിട്ട്. തുടക്കത്തിൽ ഞാൻ എസ് കുമാർ എന്ന് വെച്ച പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. അത് ശരി. പേടിച്ചിട്ടാണ്. ഓ, അപ്പൊ ഇപ്പം നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. അപ്പൊ ആദ്യം ചെയ്ത പടം കുട്ടമ്പിള്ളയുടെ ശിവരാത്രി. അപ്പൊ നമുക്ക് വേണ്ടി അതിലെ ഒരു പാട്ട്. അതിൽ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് കുട്ടമ്പിള്ളയുടെ ശിവരാത്രിക്ക് ഞാൻ മ്യൂസിക് ചെയ്ത ഫസ്റ്റ് സോങ് പാടാം. നാടട്ടുക്ക് പാറി നടന്ന് പനിക്കണ കാറ്റേ പൂവല്ലേ, നാടൊട്ടുക്ക് പാറി നടന്ന് മതിക്കണ കാറ്റേ, താടു ചുറ്റിത്തേടിയോടണ കാറുളി വണ്ടേ പായല്ലേ, കാടും ചുറ്റിത്തേം കുടിച്ചാടണ കാറുളി വണ്ടേ, മുറ്റത്തെ മുല്ല വിരിഞ്ഞേ മാനത്ത് തിങ്കളുദിച്ചേ, മുറ്റത്ത് മുല്ല വിരിഞ്ഞാലെമ്പാടും തിങ്കള് പോലെ കണ്ടു കണ്ടങ്ങനെ പാറി നട് കാതുള്ളിൽ വായോത്തേനുണ്ണാൻ. ഓഹോ ഞാൻ പക്ഷെ അങ്ങനെ രാഗ ബേസ്ഡ് ആയിട്ടൊന്നും അല്ല, എങ്കിലും വന്ന് കിടക്കുന്ന ഒരു ചേരുവ അതാണ്. ഗുഡ്, നല്ല സോങ് കേട്ടോ, നല്ലൊരു മൂഡുണ്ട്. ഇത് ജോബും പ്രാർത്ഥന ഇന്ദ്രജിത്തുമാണ് ഈ പാട്ട് പാടിയത്. ഓ അത് ശരി, വെരി ഗുഡ്, താങ്ക് യു. അടുത്ത പടം സൗമ്യ സദാനന്ദൻ ചെയ്ത മാംഗല്യം തന്തുനാനേന, ചാക്കോച്ചൻ അഭിനയിച്ച. അതിൻ്റെ അകത്ത് പക്ഷെ 3-4 മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു. അതിനകത്ത് 2 സോങ്സ് ആണ് ഞാൻ ചെയ്തത്. അതിലേത് പാട്ടാണ് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത്? 2 വരി. അതിൻ്റെ അകത്ത് ഒരു പാട്ടിന് 2 വേർഷനാണ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ഒറ്റൊരു പാട്ടേ ഉള്ളൂ. മൗനം നിൻമൊഴിയായി കാതിൽ നറുമലരായി മേലേ എൻ കാതിൽ പതിയെ കഥകൾ പറയാം.
ഞാൻ അതിന്റെ words നല്ല മൊത്തം പറഞ്ഞു. എല്ലാം നല്ല മൂഡ്സ് ഉണ്ട് കേട്ടോ, എല്ലാം ഡിഫറൻറ്റുമാണ്. ആ ലാസ്റ്റിലാണ് ഈ ആഹാ ചെയ്തത് അല്ലേ? അടുത്തത് ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇറങ്ങിയത് ആഹയാണ്. ആഹാ അതിലേത് ഏത് പാട്ട്? അതിൻ്റെ അകത്ത് നാല് പാട്ടുകളുണ്ട്. ആ